പലതവണ ശബരിമലയിൽ മകരവിളക്ക് ദർശിക്കാൻ എത്തിയിട്ടുണ്ട് കെ ജയകുമാർ ഭരണ നിർവഹണ രംഗത്തുണ്ടായിരുന്നപ്പോൾ. ഇന്നിപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിലാണ്. സർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ എത്തിയതിനു ശേഷമുള്ള ആദ്യ ഒരു ഉദ്യമം തന്നെയാണ് അത് അങ്ങയുടെ ഇപ്പോഴുള്ള ഒരു മകരവിളക്ക് അല്ലെങ്കിൽ ഈ ഒരു സീസൺ എന്ന് പറയുന്നത്. ഈ മകരവിളക്കിലേക്ക് എത്തി നിൽക്കുമ്പോൾ വളരെ കൃത്യമായി മകരവിളക്ക് വരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നൊരു ചാരിതാർത്ഥ്യമുണ്ട്. ഒപ്പം തന്നെ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങേക്ക് ഇപ്പം ഒറ്റ വാക്കിൽ പറയാനുള്ളത്? ഏതാണ്ട് ഈ സീസണിൽ 52 ലക്ഷം ആളുകൾ തീർത്ഥാടകരുടെ വന്നിട്ടുണ്ട്. മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്, വരുമാനം കൂടുതലാണ് കഴിഞ്ഞ വർഷത്തെക്കാളും. വലിയ പ്രശ്നങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ സാധിച്ചു. നാളെയും സുരക്ഷിതമായിട്ട് ആളുകൾ വീട്ടിലെത്തുന്നത് വരെയും നമുക്ക് പ്രാർത്ഥിക്കണം. പിന്നെ അരവണ ഉൽപ്പാദനത്തിലും വിൽപ്പനയിലുമൊക്കെ വളരെ റെക്കോർഡ് സെയിൽസാണ് ഇപ്രാവശ്യം. സാധാരണ സന്നിധാനത്ത് കഴിഞ്ഞ വർഷം 52 മരണം സംഭവിച്ചു. ഇപ്രാവശ്യം 41 കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരാശ്വാസം. എങ്കിലും എല്ലാം കുറ്റമറ്റതാണെന്ന് ഞാൻ പറയുന്നില്ല. വലിയ പ്രശ്നങ്ങളില്ലാതെ ഞങ്ങൾക്ക് തീർത്ഥാടനം പൂർത്തിയാക്കാൻ സാധിച്ചു. ഇനിയും ചില പ്രശ്നങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത വർഷത്തേക്കുള്ള മുന്നൊരുക്കങ്ങൾ ഫെബ്രുവരി മാസത്തിൽ തന്നെ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഈ ബോർഡിൻ്റെ ഏറ്റവും വലിയൊരു തീരുമാനം. കാരണം അവസാന നിമിഷം കിടന്ന് ബന്ധപ്പെട്ട് എല്ലാം പെട്ടെന്ന് ചെയ്ത് ഒരുപാട് പൈസ ചെലവഴിച്ച് ആർക്കും തൃപ്തിയില്ലാത്ത ക്രമീകരണങ്ങൾക്ക് പകരം ഫെബ്രുവരി മാസം തൊട്ട് തന്നെ വളരെ ശാസ്ത്രീയമായിട്ട് ഇതൊന്ന് പുനഃസംഘടിപ്പിക്കുക എന്നൊരു വിചാരം ബോർഡിനുണ്ട്. ഫെബ്രുവരി 6-ാം തീയതി ആദ്യത്തെ അവലോകന യോഗവും ആസൂത്രണ യോഗവും നടക്കുകയാണ്. ഞാൻ നേരത്തെ ഡയറക്ടറായിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഗവൺമെൻറ്റിനെ ഒരു ഫെസ്റ്റിവൽ മാനേജ്മെൻറ്റ് മാനുവൽ ഉണ്ടാക്കാൻ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഒരു ഗൈഡ് ലൈന് വേണ്ടിയിട്ടാണ്. അതായത് ഫെബ്രുവരി മാസത്തിൽ എന്ത് ചെയ്യണം, മാർച്ചിൽ എന്ത് ചെയ്യണം, അങ്ങനെ ഓരോ മാസത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ, ഏകോപനത്തിൻ്റെ കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഒരു മാനുവൽ രൂപത്തിലാക്കി തന്നാൽ നമ്മളുടെ ഭരണസമിതിയുടെ അധികാരം പരിധി കഴിഞ്ഞാൽ പോലും ഈ ഫെസ്റ്റിവൽ നടത്തുന്നതിന് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാകും. അതവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർ ഫെബ്രുവരി മാസത്തിൽ തരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും അടുത്ത മാസം മുതൽ തന്നെ 26-27 ക്രമീകരണം ഞങ്ങൾ ആരംഭിക്കുകയാണ്. കൂടുതൽ തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് ഉള്ള ഒരു തീർത്ഥാടക കേന്ദ്രിതമായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ നടത്തണം. ഇപ്രാവശ്യം ഒരു വലിയ പ്രശ്നങ്ങളില്ലാതെ നടത്താൻ സാധിച്ചത് ഇവിടുത്തെ ജീവനക്കാരുടെയും പോലീസുകാരുടെയും ഒരുപാട് ആളുകളുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ്. മാധ്യമങ്ങൾ ഞങ്ങൾക്ക് വലിയ പിന്തുണയാണ് നൽകിയത്. അതിനെല്ലാം വളരെ നന്ദി പറയേണ്ട ഒരു അവസരം കൂടിയാണ്. ഒരുപാട് മാറ്റങ്ങൾ അങ്ങ് ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ വന്നതിന് ശേഷം ഉൾപ്പെടെ ഇനി വരുത്തേണ്ട മാറ്റങ്ങൾ അങ്ങ് ഒരുപാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അതിലേറ്റവും പ്രാധാന്യം അടുത്ത സീസണിലേക്ക് നൽകുന്നത് എന്തിനായിരിക്കും? ഏറ്റവും പ്രധാനപ്പെട്ട എന്തെന്ന് പറഞ്ഞാൽ ശുചീകരണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തരക്കേടില്ലാത്ത ശുചീകരണമുണ്ട്. പക്ഷേ ഇത് പോരെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഒരു പുണ്യപൂങ്കാവനെന്ന് പറയുന്ന തരത്തിലുള്ള അത്ര സൂപ്പറായിരിക്കണം ഇവിടുത്തെ വൃത്തി. അതിന് എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരണമോ, കൂടുതൽ യന്ത്രങ്ങൾ വേണമോ, അതൊക്കെ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. കംപ്ലീറ്റ്ലി പിന്നെ ഇവിടുത്തെ ചില സിസ്റ്റംസ് ഉണ്ട്. കാലാകാലങ്ങളായി അത്ര സുതാര്യമല്ലാതെ നിലവിലിരിക്കുന്ന ഒരുപാട് സമ്പ്രദായങ്ങൾ ശബരിമലയിലുണ്ട്. അതിൻ്റെ കുഴപ്പങ്ങളൊക്കെ നമ്മളിപ്പോൾ കാണുന്നുമുണ്ട്. സ്പോൺസർമാരെന്ന് പറഞ്ഞ് ചിലർ വരിക, അവരുടെ പൈസയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ സ്പോൺസറാണെന്ന് പറഞ്ഞാൽ പോയി പണം പിരിക്കുക. ഈ പരിപാടിയൊന്നും ഇനി ശബരിമലയിൽ അനുവദിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ശബരിമലയ്ക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. അതിന് നമ്മുടെ പണമുണ്ട്. ഇല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് കണ്ടുപിടിക്കാനും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ സ്പോൺസർഷിപ്പിന് വേണ്ടി ആളുകളിങ്ങനെ നടക്കുക, ശബരിമലയിലെ സ്പോൺസറാണെന്ന് പറയുക, ഇത്തരത്തിലുള്ള ആളുകളെ ഒന്നും തന്നെ ഞങ്ങളതിന് ഗൈഡ് ലൈൻസ് തന്നെ ഉണ്ടാക്കുകയാണ്. അത് കോടതിയെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും ചെയ്യും. പുതിയ ഗൈഡ് ലൈൻസ്, സ്പോൺസർഷിപ്പിൻ്റെ ഗൈഡ് ലൈൻസ് എന്താണ്? ഒരിടനിലക്കാരനെയും അയ്യപ്പൻ്റെ പേരിൽ പണം പിരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇവിടെ തന്നെയുള്ള സിസ്റ്റംസ്, ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിങ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള ചില പോരായ്മകൾ പരിഹരിച്ച് കംപ്ലീറ്റ്ലി സുതാര്യമാക്കിക്കൊണ്ട് ഇലക്ട്രോണിക് സംവിധാനങ്ങളിൽ തന്നെ ഇവിടുത്തെ മുറിയും വഴിപാടുകളുടെ ബുക്കിങ്ങും എല്ലാം നടക്കും. ഇടനിലക്കാരുടെ വിളയാട്ട് കേന്ദ്രമായിട്ട് ശബരിമലയെ മാറ്റാൻ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് എനിക്ക് ധീരമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം. അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ആ ഒരു മാറ്റം അങ്ങ് കൃത്യമായി പറയുന്നു. എത്തുന്ന ഭക്തർക്ക് ഇപ്പോൾ ലഭിക്കുന്നതിൽ കൂടുതൽ എന്ത് സൗകര്യങ്ങളിലേക്കാണ് ലഭിക്കുമല്ലോ. കാരണം ഇപ്പോൾ അനധികൃതമായ ആളുകൾ കൈയടക്കി വെച്ചിരിക്കുന്ന മുറികൾ ഭക്തർക്ക് കിട്ടും. അനധികൃതമായിട്ട് വഴിപാട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കൂടുന്ന ഇടനിലക്കാരൻ്റെ സ്വാധീനമില്ലാതാവും. ആളുകൾക്ക് നേരിട്ട് ദേവസ്വം ബോർഡുമായിട്ട് ഇടപെടാനും ഇന്ന കാര്യങ്ങൾ സുതാര്യമായിട്ട്
ഓബ്ജക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റുമ്പോൾ തന്നെ ആളുകൾക്ക് തൃപ്തിയാവും. പിന്നെ അരവണയുടെ കാര്യത്തിലുമൊക്കെ തന്നെ ഉൽപ്പാദനം കൂട്ടുക, നമുക്ക് നിയന്ത്രണങ്ങളില്ലാതിരിക്കുക തുടങ്ങി അക്കോമഡേഷൻ കൊടുക്കുക. ഇപ്പോൾ ആളുകൾ ഈ തറയിലൊക്കെ വിരിവയ്ക്കുന്നില്ലേ, അതൊക്കെ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയാൽ ആളുകൾക്ക് കുറേ കൂടെ സൗകര്യങ്ങൾ ഉണ്ടാക്കാം. ഇത്രയേറെ കടകൾ വേണമോ, ഈ കടകളൊക്കെ ആളുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് തുടങ്ങി ഒരു തീർത്ഥാടകന് അവർ തരുന്ന പണം കൊണ്ടാണ് ശബരിമല നടക്കുന്നത്. ശബരിമലയല്ല ദേവസ്വം ബോർഡ് നടക്കുന്നത്. അപ്പോൾ ആ തീർത്ഥാടകനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അയാൾക്ക് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും സുതാര്യത കൊടുക്കുകയും. ഇപ്പോൾ ശബരിമലയിലെ ഭക്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അങ്ങയുടെ ഒരു ആദ്യ ശബരിമല മകരവിളക്ക് ദർശനം അത് എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കും. പിന്നീട് ഇങ്ങോട്ട് പലപ്പോഴായിട്ട് എത്തിയിട്ടുണ്ടാവും. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ള, അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് പറയാൻ? ഇപ്പം ഞാൻ എൻ്റെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ചിന്തയിലല്ല നിൽക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഭരണപരമായ ഉത്തരവാദിത്വത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് നാളത്തെ മകരവിളക്ക് ഭംഗിയായിട്ട് നടക്കണം എന്നുള്ളതല്ലാതെ വൺസ് അപ്പോൺ എ ടൈം ഐ കെയിം ആൻഡ് എൻജോയ്ഡ് എന്ന് പറയാനുള്ള മാനസികാവസ്ഥയല്ല. ഇത്രയും പേരോടൊപ്പം നിന്ന് മകരവിളക്ക് കാണുകയും ഈ പൂജ തൊഴുകയും ചെയ്യുക എന്നുള്ളതാണ് ശബരിമല തീർത്ഥാടനത്തിൻ്റെ പ്രത്യേകത. അല്ല ആരുമില്ലാതെ അയ്യപ്പനെ തൊഴുക എന്നുള്ളതല്ല, അതല്ല. ഈ ആളും ഉന്തും തള്ളും ഒക്കെ ഉണ്ടായിട്ടും അയ്യപ്പനെ തൊഴാനും നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കുന്ന ഒരു ചൈതന്യമുണ്ട് എന്ന് ബോധ്യപ്പെടലാണ് ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭക്തർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത്. ഈ ശബരിമലയിൽ നിന്ന് പമ്പയിൽ നിന്നുള്ള കയറി വരവ് ഏറ്റവും ബുദ്ധിമുട്ട്. അതിനുള്ള ഒരു റെമഡി എന്ന നിലയിലാണ് അന്ന് റോപ്പ് വേ വന്നിരുന്നു. അത് എത്രത്തോളം സാധ്യമാണ്? അതിൽ പകരം മറ്റെന്താണ്? റോപ്പ് വേ ഒന്നും ആളുകളെ കൊണ്ടുവരാനുള്ള റോപ്പ് വേ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. ട്രാക്ടർക്ക് വരെ സാധനം കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് റോപ്പ് വേ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് എപ്പോൾ വരും നമുക്ക് പറയാൻ പറ്റില്ല, സമയമെടുക്കുന്ന കാര്യം. പക്ഷെ നമുക്ക് വേറൊന്ന് ചെയ്യാൻ പറ്റും. നേരത്തെ ചോദിച്ചല്ലോ ഈ തീർത്ഥാടകർക്ക് എന്ത് ഗുണമുണ്ടാവും. തീർത്ഥാടകർ ഗുണമുണ്ടാവുന്നത് ഇവിടെ 18-ാം പടിയിലൂടെ ആളുകൾക്ക് കയറണമെന്ന് ആഗ്രഹമുള്ളിടത്തോളം കാലം അതിനാണല്ലോ ആളുകൾ വരുന്നത്. തീർത്ഥാടകർ 4500 പേരിൽ കൂടുതൽ ഒരു മണിക്കൂറിൽ കയറില്ല. നമ്മൾ 15 മണിക്കൂർ തുറന്നു വെച്ചാലും 60,000 പേരെ കയറുള്ളൂ. 1,00,000 ആളുകൾ വരുന്നു. എങ്ങനെ കയറും? അപ്പോൾ ക്യൂ നിൽക്കേണ്ടി വരും. ക്യൂ നിൽക്കേണ്ടി വരിക എന്നുള്ളത് സ്വാഭാവികം. ക്വാളിറ്റി ഓഫ് വെയിറ്റിംഗ്, ആ കാത്തിരിപ്പിൻ്റെ ക്വാളിറ്റി നന്നാക്കിക്കൊണ്ട് നമുക്ക് തീർത്ഥാടനത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന, അംഗപരിമിതർക്ക് പ്രത്യേക പരിഗണന എല്ലാം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇത്തരത്തിലുള്ള ഘടനാപരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളിലേക്ക് ഞങ്ങൾ കടക്കും. അതിനുള്ള മുന്നൊരുക്കങ്ങളിലാണിപ്പോൾ.